സർ, ഇന്നലെ രാഹുൽ ഗാന്ധി വലിയൊരു വാർത്താ സമ്മേളനമൊക്കെ നടത്തി. അതിനകത്ത് ഇലക്ഷൻ കമ്മീഷനെ വലിയ കുറ്റപ്പെടുത്തില്ല. ഏതാണ്ട് 6018 പരാതികളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ജെനുവിനായിട്ട് 24 പരാതികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിരക്ഷരർ എന്ന് തോന്നിക്കുന്ന കുറേയധികം ആളുകളെ പറ്റിക്കുക, ഇതാണ് രാഹുൽ ഗാന്ധിയുടെ തന്ത്രം. എത്രയോ ഉദ്ദേശമുള്ളൂ. പാവപ്പെട്ട പല ആളുകൾ അത് വിശ്വസിച്ചിട്ടുണ്ടെന്നും തോന്നുന്നു. കാരണം ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു പത്രം എഴുതി കണ്ടു. ഇത് വിവേക് അഗ്നിഹോത്രിയുടെ സിനിമകൾ പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം. വിവേക് അഗ്നിഹോത്രിയുടെ സിനിമകൾ മുഴുവൻ ഫയൽസ് എന്ന് പറഞ്ഞാണല്ലോ വരിക. താഷ്കന്റ് ഫയൽസ്, കാശ്മീർ ഫയൽസ്, ബംഗാൾ ഫയൽസ് എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് ഇങ്ങനെ കുറച്ച് മെച്ചമാണെന്ന് തോന്നുന്നു. ബംഗാൾ ഫയൽസ് വന്നതോടുകൂടി മൊത്തത്തിൽ പൊട്ടിപ്പോയി അല്ലേ. 4 മണിക്കൂറാണ് സിനിമ. 3.25 മണിക്കൂറോളം ഉണ്ട്. 2 സിനിമയുടെ ഇതുണ്ടല്ലോ. ആരെങ്കിലും ഇതൊക്കെ കാണാനിരിക്കുമോ? അതോടുകൂടി ഇനി അടുത്ത പത്രസമ്മേളനം വരുമ്പോൾ ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുന്നത് മൊത്തത്തിൽ പൊളിഞ്ഞു പോകും. വാരാണസിയിലെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയാൻ പോകുന്നു, അതായിരിക്കും ഹൈഡ്രജൻ ബോംബ് എന്നാണല്ലോ പറയുന്നത്. ഇത് ഇയാൾ പറയുന്നത് കർണാടകയിലെ അലന്ത് എന്ന് പറഞ്ഞ മണ്ഡലം, നിയമസഭാ മണ്ഡലത്തില് 6018 ഡെലീഷൻസ് അല്ലേ, വോട്ടർമാരെ നീക്കാൻ ആയിട്ടുള്ള ശ്രമം നടന്നിരുന്നു എന്നുള്ളതാണ്. ഈ ശ്രമം നടന്നിരുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയാമായിരുന്നു. ആ ശ്രമത്തിൽ ആദ്യമായിട്ട് FIR ഫയൽ ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. പിന്നെ 18 പരാതികൾ, 18 ചോദ്യങ്ങൾ പോലീസ് ചോദിച്ചിട്ട് അല്ലേ, കത്തുകൾ അയച്ചിട്ട് ഒരു മറുപടിയും ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. തെറ്റാ. ഇതിൽ FIR ഫയൽ ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് മാത്രമല്ല, മുഴുവൻ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെന്ന് ഇന്നലെ വൈകിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഒന്നാമത്തെ കാര്യം, 6018 പരാതികളിൽ 24 പരാതികൾ മാത്രമാണ് ജെനുവിൻ, യഥാർത്ഥ പരാതികൾ. 24 മാത്രം. ഇത് മുഴുവൻ പരിശോധിച്ചു കുറെ സമയമെടുത്തിട്ട്. 2022 ഡിസംബറിൽ പരാതികൾ കിട്ടുന്നു. 2023 ഇത് മുഴുവൻ പരിശോധിച്ചിട്ട് 24 എണ്ണമേ ഇതിൽ കൈകാര്യം ചെയ്യേണ്ട പരാതികളുള്ളൂ. ബാക്കി പരാതികളിൽ കഴമ്പില്ല. കാരണം ഡിലീറ്റ് ചെയ്തിട്ടില്ല, അതാണ് അതിൻ്റെ അർത്ഥം. മാറ്റിയിട്ടില്ല ആളുകളുടെ. 24 എണ്ണം ഇങ്ങനെ ശ്രമം നടന്നതായിട്ട് കണ്ടു. അതുമാത്രം. അപ്പോൾ അലന്ത് പോലീസ് സ്റ്റേഷനിൽ 2023 ഫെബ്രുവരി 21 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസിൽ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അന്വേഷിക്കാൻ പറഞ്ഞിട്ട്. കാലബുർഗി SPക്ക്, കാലബുർഗി ജില്ലയിലാണ് ഈ അലന്ത്. അപ്പോൾ ബീദർ ലോക്സഭാ മണ്ഡലത്തിലാണ് ആ നിയമസഭാ മണ്ഡലം വരുന്നത്. കാലബുർഗി SPക്ക് 2023 സെപ്റ്റംബർ 6 വിവരങ്ങൾ മുഴുവൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. പരാതിയുടെ നമ്പർ, പരാതിക്കാരൻ്റെ പേര്, പരാതിക്കാരൻ്റെ വോട്ടർ ID, ഈ ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ച് മൊബൈൽ നമ്പർ, വേറെ ഏതോ സ്ഥലത്തുനിന്ന് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ടല്ലോ, ആ മൊബൈൽ നമ്പർ ഇതൊക്കെ SPക്ക് കൊടുത്തിട്ടുണ്ട്. IP അഡ്രസ്സ്, ഇത് കമ്പ്യൂട്ടറിൽ നിന്ന് ഇത് ചെയ്യാൻ ശ്രമിച്ച IP അഡ്രസ്സ്, ഇതും SPക്ക് കൊടുത്തിട്ടുണ്ട്. അപ്ലിക്കേഷൻ, പരാതി വന്ന സ്ഥലം കൊടുത്തിട്ടുണ്ട്, തീയതി, സമയം, ഇത് മുഴുവൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാലബുർഗി SPക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് സെപ്റ്റംബർ 6, 2023. പൊളിഞ്ഞോ? 18 കത്ത് പോലീസ് കൊടുത്തു, മറുപടി ഇല്ല എന്നല്ലേ പറഞ്ഞേ. വേണ്ട വിവരങ്ങൾ FIR വേണ്ടി പരാതി കൊടുത്തത് പോലീസ് സ്റ്റേഷനിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, വിവരങ്ങൾ മുഴുവൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിരിക്കുന്നു. പച്ചക്കള്ളല്ലേ ഇയാൾ പറഞ്ഞത്, രാഹുൽ പറയുന്നത്. ഇയാൾ പൊട്ടൻ മാത്രമല്ലല്ലോ, ഒരു ക്രിമിനൽ മനസ്സല്ലേ അയാളുടെ. കുറെ കോൺഗ്രസ്സുകാരുള്ളതല്ലേ അവിടെ, കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലമല്ലേ. G. പരമേശ്വര കോൺഗ്രസ്സുകാരനല്ലേ ആഭ്യന്തരമന്ത്രി. അയാൾ കാലബുർഗി SPയെ വിളിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റിൽ അറിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. പരാതി മുഴുവൻ ഉണ്ട്, ഡീറ്റെയിൽസ് മുഴുവൻ സിദ്ധരാമയ്ക്ക് എടുത്ത് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കാവുന്നതല്ലേ. രാഹുൽ ഗാന്ധി ഇത് അന്വേഷിച്ചില്ലേ?
ഈ രാഹുൽ ഗാന്ധിയെ അവിടുത്തെ കോൺഗ്രസ്സുകാരും കളിപ്പിക്കുകയാണ്. ശരിക്കും അയാൾ ഈ പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് പോയിട്ടിട്ട് അവിടുത്തെ ആളുകളെ പറ്റിക്കാനായിട്ടൊരു തന്ത്രം, ഇതാണ് രാജ്യം മുഴുവൻ നടക്കുന്നതെന്ന് അല്ലെ, അങ്ങനെ വരുത്തി തീർക്കാനായിട്ട് വളരെ ഫലപ്രദമായ രീതിയിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ നടത്തുന്നു. എത്ര കാലം ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് പോകും? അതെ, ഇത് ഒരു തവണ പൊളിഞ്ഞു. അത് മ്യാൻമാറിലാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. മറ്റേ മഹാദേവ്പുരയുടെ കണക്കുകൾ മുഴുവൻ തെറ്റായിരുന്നു, പൊട്ടക്കണക്കായിരുന്നു എന്ന് പറഞ്ഞു. റായ്ബറേലിയിലും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇയാൾ പറഞ്ഞത് രജൗര എന്ന് പറഞ്ഞൊരു മണ്ഡലത്തിനെ പറ്റി പറഞ്ഞിരുന്നു. മഹാരാഷ്ട്രയിലെ 6850 വ്യാജ അഡിഷനുകൾ, കൂടുതൽ വോട്ട് ചേർക്കൽ ഓൺലൈനിൽ നടന്നു രജൗരയിൽ എന്നാണ് ഇയാൾ പറഞ്ഞത്. ഇത് ചന്ദ്രപൂർ ലോക്സഭാ മണ്ഡലത്തില് 6 നിയമസഭാ മണ്ഡലങ്ങളുണ്ട് വിദർഭ മേഖലയില്. അതിലൊരു നിയമസഭാ മണ്ഡലമാണ് ഈ രജൗര. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭ തെരഞ്ഞെടുപ്പുകൾ ആ ഭാഗത്ത് നടന്നിട്ടുണ്ട്. BJPയും കോൺഗ്രസും തമ്മിൽ മത്സരിച്ചപ്പോൾ അത് വളരെ ക്ലോസ് മത്സരമായിരുന്നു, ക്ലോസ് കണ്ടസ്റ്റ് ആയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 2.6 ലക്ഷം വോട്ടിന് തോറ്റു. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 2.6 ലക്ഷം വോട്ട് ഭൂരിപക്ഷം കിട്ടിയ സ്ഥല രജൂര. അപ്പൊ രജൂരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രതിഭ ദാഗോക്കർക്ക് 58,349 വോട്ടിന്റെ ലീഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. 58,000 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു. BJPയുടെ സുധീർ മുൻഗന്തിവാർക്കെതിരെ, BJP സ്ഥാനാർത്ഥിക്കെതിരെ 6 നിയമസഭാ മണ്ഡലവും കോൺഗ്രസ് ജയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ സംഗതി മാറി. 5 മാസം കഴിഞ്ഞിട്ടല്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വിത്തോബ ബോംഗിലെ കോൺഗ്രസിലെ സുഭാഷ് ദോത്തയെ തോൽപ്പിച്ചു. വലിയ 58 ലക്ഷം 56 ലക്ഷം മറ്റേ 58 ലക്ഷം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത്, കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് BJP ജയിച്ചു. 5 മാസം കഴിഞ്ഞപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പില് വിഷമം കാണുമല്ലോ. അപ്പോൾ ദോത്തെ മുൻ MLA ആണ്. 3054 വോട്ടിനാണ് BJP ജയിച്ചത്. അപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ഹർഷവർദ്ധൻ വസുന്ധറാവു സബ്കൽ പറയുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നു. വോട്ട് 55,000 വോട്ടുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ വോട്ടർമാരുടെ എണ്ണം കൂടി. അത് കൂടുമല്ലോ, പുതിയ ആളുകളൊക്കെ ഉണ്ടാവും. 6 മാസത്തിൻ്റെ ഇടയ്ക്കാണ് 55,000 വോട്ട് കൂടിയത്. ഒക്ടോബർ 1-നും 15-നും ഇടയ്ക്ക് ആണ് 2024 11,667 വ്യാജ വോട്ടർമാരെ ഓൺലൈനിൽ ചേർത്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ ആരോപണമാണ്. ദോത്തെ ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തു. ആ പരാതിയിലാണ് 6,853 ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ചത്. കോൺഗ്രസ്സുകാരൻ കൊടുത്ത പരാതി തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത്. FIR ഇട്ടു, ആക്ഷൻ ഇല്ല. IP, ഇമെയിൽ ID ഒക്കെ ചോദിച്ചിട്ട് കൊടുത്തില്ല. മൊബൈൽ ഫോൺസ് ഏതൊക്കെയെന്ന് കൊടുത്തില്ല. വ്യാജ രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽസ് കൊടുത്തില്ല. കോൺഗ്രസ് ചോദിച്ചിട്ടാണ് എന്നാണ്. കേസ് കൊടുത്താൽ മതിയല്ലോ. ബെനാമി പേരുകൾ തെലങ്കാന UP വിലാസങ്ങളിൽ നിന്നാണ് എന്നും കോൺഗ്രസിന്റെ ആരോപണമുണ്ട്. 1962 ഈ മണ്ഡലം രജൗര ഉണ്ടായത്. 13 തെരഞ്ഞെടുപ്പുകളിൽ 7 തവണയും കോൺഗ്രസ് ആണ് ജയിച്ചത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിന്ന് വിട്ടുപോകുന്നതിലുള്ള സങ്കടമാണ്. കോൺഗ്രസ് ആണ് 1962 ജയിച്ചത്. 67 സ്വതന്ത്രനായിരുന്നു. 72 കോൺഗ്രസ് ജയിച്ചു. 78 ജനതാ പാർട്ടി ജയിച്ചു. 80-85 കോൺഗ്രസ് ജയിച്ചു. 1990-95 ജനതാ ദൾ ജയിച്ചു. 1999 കോൺഗ്രസ് ജയിച്ചു. 2004 ജനതാ ദൾ. 2009 ദോത്തെ വീണ്ടും ജയിച്ചു. 2014 BJP ജയിച്ചു. അത് മോദി തരംഗത്തിൽ ജയിച്ചു. 2019 വീണ്ടും കോൺഗ്രസ്സുകാരൻ ദോത്തെ ജയിച്ചു. 2024 BJP ജയിച്ചു. കോൺഗ്രസിന്റെ കോട്ട എന്നവർക്ക് തോന്നിയിരുന്ന ഒരു സ്ഥലത്ത് ഉണ്ടാവുന്നതാണ്. പക്ഷേ സ്വാഭാവികമായ ഈ കർണാടകയിൽ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഈ പരാതികളൊന്നും ജെനുവിനല്ല. പരാതികളാണ് സത്യത്തിൽ
വ്യാജമായിട്ട് വരുന്നത്. കാരണം ആർക്കും ഇങ്ങനെ ഓൺലൈനിൽ ഡിലീഷൻ ചെയ്യാൻ കഴിയില്ല. കാരണം പരാതിപ്പെടുന്ന ആളെ കേട്ടിട്ട് ഹിയറിംഗ് നടത്തിയിട്ട് മാത്രമേ ഇത് ചെയ്യുള്ളൂ. ഓൺലൈനിൽ ഇപ്പോൾ സിനിജിയുടെ വോട്ടുണ്ട്, വേറൊരാൾക്ക് ഇത് ഓൺലൈനിൽ വോട്ടർ പട്ടികയിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റില്ല. അതാണ് നമ്മുടെ സിസ്റ്റം. അതാണ് കള്ളത്തരായി പറയുന്നത്. മാത്രമല്ല കർണാടകയിലത്തത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ കണ്ടുപിടിച്ച് പോലീസിൽ പരാതി കൊടുത്ത് കഴിഞ്ഞതാണല്ലോ. പിന്നെ അതിന്റെ പുറകെ നടക്കേണ്ട കാര്യം 24 പരാതിയേ ഉള്ളൂ. പൊട്ടത്തരാണോ അതോ കാശ് കൊടുക്കുന്ന മുതലാളിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണോ, സോറോസിന് വേണ്ടി? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.